വെൽക്കം ടു ദി ഹങ്കർ ട്രാവലർ. അപ്പോൾ ഇന്ന് നല്ല ചൂടുള്ള സമയത്ത് നമുക്ക് അടിപൊളി നാരങ്ങ വെള്ളം കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും, അതേപോലെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്പെഷ്യൽ ലെമൺ ജ്യൂസാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണണേ. അപ്പോൾ ഇവിടെ 2 ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് പഴുത്തത്, അതേപോലെ ഒരു ഇഞ്ചി, പുതിനയില, 2 നുള്ളു ഉപ്പ്, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, തേങ്ങയുടെ ഒരു കഷ്ണം അല്ലെങ്കിൽ ചിരവിയ തേങ്ങ ഒരു സ്പൂൺ അല്ലെങ്കിൽ 2 സ്പൂൺ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ നാരങ്ങ ജ്യൂസ് ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇതൊക്കെ നമുക്കൊരു സൈഡിൽ മാറ്റി വയ്ക്കാം. എന്നിട്ട് ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മൾ ചെറുനാരങ്ങയുടെ നീര് എടുത്ത് മാറ്റി വയ്ക്കാൻ പോവാണ്. അപ്പോൾ കുരുവൊന്നും ഇല്ലാതെ ആദ്യം തന്നെ നമ്മൾ നാരങ്ങ നീരെടുക്കുന്ന പ്രസ്സറിലിട്ടിട്ട് പ്രസ് ചെയ്ത് നാരങ്ങ നീരെടുത്ത് മാറ്റി വയ്ക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഈ നാരങ്ങ നീര് എടുത്തിട്ട് തൊലി ഉണ്ടല്ലോ, അത് ഞാൻ ഒരു നാരങ്ങയുടെ പകുതിയുടെ ഒരു തൊലിയാണ് എടുക്കുന്നത്. 2 നാരങ്ങ എടുത്തിട്ടുണ്ട്, പക്ഷെ അത് മുഴുവനായിട്ട് നമുക്ക് വേണ്ട. അപ്പോൾ അതിനകത്തിരിക്കുന്ന കുരുക്കളും അതേപോലെ ചെറിയ ഒരു വെളുത്ത പാട പോലെ കാണാം, അതൊക്കെ നമ്മൾ മാറ്റിയിട്ട് ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ മുറിച്ചെടുത്ത നാരങ്ങ തൊലിയും അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി തൊലി കളഞ്ഞതും ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 4-5 പുതിനയില ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾ തേങ്ങയുടെ കഷ്ണമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിൻ്റെ പുറത്ത് ഈ ബ്രൗൺ കളർ ഉണ്ടല്ലോ അത് കളയാം. ഞാനിവിടെ ചെറുകിയ തേങ്ങയാണ് ഉപയോഗിക്കുന്നത്. അത് ഞാൻ 2 സ്പൂണ് ഇട്ടിട്ടുണ്ട്. അതുപോലെ 2 നുള്ളു ഉപ്പ് ഇട്ടിട്ടുണ്ട്, 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന നാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 3 ഗ്ലാസ് വെള്ളം ചേർക്കുകയാണ്. ഞാനിവിടെ ഐസ് ക്യൂബ്സ് ഉപയോഗിക്കുന്നില്ല, അതിന് പകരം തണുത്ത 3 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ മിക്സി വലുതാണെങ്കിൽ നിങ്ങൾക്ക് 4 ഗ്ലാസ് വെള്ളം വരെ ആഡ് ചെയ്യാം. കാരണം ഇത് 4 ഗ്ലാസ് ജ്യൂസിനുള്ള അളവാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ഒന്ന് കറക്കിയെടുത്ത ശേഷം ഇത് ഒരു അരിപ്പയിലൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇതിനകത്ത് ഈ തേങ്ങ ചേർക്കുന്നുണ്ടല്ലോ, ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഇതിന്. തേങ്ങ ചേർത്ത് അടിക്കുമ്പോൾ നമ്മുടെ നാരങ്ങയുടെയും ഇഞ്ചിയുടെയും പുതിനയിലയുടെയും ഒരു കുത്തുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് ബാലൻസ് ആക്കിയിട്ട് വളരെ മൈൽഡായിട്ടുള്ള ഒരു ടേസ്റ്റാക്കി മാറ്റും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ ഐസ് ക്യൂബ്സ് ഇടണമെങ്കിൽ ഇത് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ഐസ് ക്യൂബ്സ് ഇടാവുന്നതാണ്. അതേപോലെ ഇതിൽ നിങ്ങളുടെ ടേസ്റ്റ് മാറ്റം വരുത്താം. പുതിനയുടെ ഇലയുടെ ടേസ്റ്റ് ചിലർക്ക് ഇഷ്ടം കൂടുതലുണ്ടാവും. അങ്ങനെയുള്ളവർ പുതിന ഇല കൂടുതൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ പുതിയ വെയിലത്ത് പെട്ടെന്ന് നമ്മൾ ഇതുണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ എടുത്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ ശരീരവും മനസ്സും ഒന്ന് കുളിർക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ അറിയിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.